എമ്പുരാൻ സിനിമയ്ക്കെതിരായ പ്രചരണം ബി.ജെ.പി. നടത്തുന്നില്ല എന്ന് സംസ്ഥാന നേതൃത്വം. സിനിമയുടെ വഴിക്കും പാർട്ടിയുടെ വഴിക്കും പോകും. വി രാജേഷിനെതിരായ പോസ്റ്ററിന് പിന്നിൽ ബി.ജെ.പിയെ തകർക്കാൻ പുറത്തു നിന്നുള്ളവരുടെ ഗൂഢാലോചനയെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യ കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടന്നു. പങ്കെടുത്തു. വി മുരളീധരൻ വിദേശത്തായതിനാൽ ഓൺലൈനായും പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് നടത്തേണ്ട നീക്കങ്ങൾക്ക് പ്രാഥമിക രൂപം നൽകി. സംസ്ഥാനത്ത് നിലവിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഗുണഭോക്താക്കളായി സാധാരണക്കാരെ മാറ്റാൻ നേരിട്ടിറങ്ങി പ്രചാരണം നടത്തും. ഇതിനായി 30 സംഘടനാ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങും. കേന്ദ്രം കേരളത്തിന് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളുടെ കണക്കുകൾ ലഘുലേഖകളായി ജനങ്ങൾക്ക് നൽകി ഭരണപ്രതിപക്ഷത്തിന്റെ കള്ളപ്രചാരണം അവസാനിപ്പിക്കും. അതേസമയം എമ്പുരാൻ സിനിമയ്ക്കെതിരായ ആക്രമണത്തിന് ബി.ജെ.പി. ഇല്ല എന്നും സിനിമയുടെ വഴിക്കും പാർട്ടിയുടെ വഴിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ വ്യക്തമാക്കി. ഒരു സിനിമയും പാർട്ടിയെ ബാധിക്കുന്നതല്ല. സിനിമയുടെ വഴിക്ക് പോകും, പാർട്ടിയുടെ വഴിക്ക് പോകും. സിനിമ എന്താണെന്ന് അത് കാണുന്ന ആസ്വാദകരാണ് വിലയിരുത്തേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. തിരുവനന്തപുരം മുൻ ജില്ലാ അധ്യക്ഷൻ വി രാജേഷിനെതിരായ പോസ്റ്ററിന് പിന്നിൽ പാർട്ടിക്ക് പുറത്തുള്ളവരുടെ ഗൂഢാലോചനയെന്നും നേതൃത്വം ആരോപിക്കുന്നു. പാർട്ടിയെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വലിയ മുന്നേറ്റം നടത്താൻ തയ്യാറെടുക്കുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ അവരുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് പുറത്തുനിന്നുള്ള ആളുകളുടെ ഗൂഢാലോചനയാണ്. യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തി ജില്ലാ ഭാരവാഹികളെയും കമ്മിറ്റികളെയും പുനഃസംഘടിപ്പിക്കും. ഏപ്രിൽ 15 മുമ്പ് പുനഃസംഘടന പൂർത്തിയാക്കാനാണ് നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.